8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം LDF ബഹിഷ്കരിച്ചു. വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ നിശ്ചയിച്ചതിൽ ഇടതുപക്ഷത്തിന് മതിയായ പ്രാതിനിധ്യം നൽകിയില്ല എന്നാരോപിച്ചാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബഹിഷ്കരിച്ചത്. യോഗ ഹാളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ ഇറങ്ങിപ്പോയത്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി 2026-27 വർക്കിംഗ് ഗ്രൂപ്പാണ് ഇന്ന് ചോക്കാട് പഞ്ചായത്ത് നടക്കുന്നത്. ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ചോക്കാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗും കോൺഗ്രസ് അടങ്ങുന്ന UDF ഈ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ പക്ഷാപാതം കാട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടെ വിജയിച്ച വാർഡുകളിൽ അവർക്ക് ഭൂരിപക്ഷം എന്ന രീതിയിലും മറ്റുള്ള വാർഡുകളിൽ സമാനമായ രീതിയിലുമാണ് വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ ഇവിടെ ലീഗ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് എല്ലാ വാർഡുകളിലും ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ വർക്കിംഗ് ഗ്രൂപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് LDFിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇന്ന് ഈ വർക്കിംഗ് ഗ്രൂപ്പ് ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. സാധാരണയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും വികസന സെമിനാറുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചാണ് അംഗങ്ങളെ നിശ്ചയിക്കാറുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രാതിനിധ്യമില്ലാത്ത CPI, BJP ഉൾപ്പെടെയുള്ള കക്ഷികളിൽ നിന്നുള്ള പ്രതിനിധികളെയും നേതാക്കളെയും ഉൾപ്പെടെ ഉൾപ്പെടുത്തി പദ്ധതി രൂപീകരണത്തിലും നിർവഹണങ്ങളിലുമെല്ലാം ഉൾക്കൊള്ളിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള 3 കക്ഷികൾക്ക് മാത്രമാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്. CPM പ്രവർത്തകരുടെ വാർഡിലടക്കം 2 വീതം അംഗങ്ങളെ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ഉൾപ്പെടുത്തുകയും CPMൽ നിന്ന് 2 പേരെ മാത്രം നിജപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചതോടെ CPMന്റെ വാർഡുകളിൽ ഓരോ ആളുകളെ കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പഞ്ചായത്തിലെ വികസന കാര്യങ്ങളിൽ സ്വജനപക്ഷപാതം ആരോപിച്ചും മതിയായ പ്രാതിനിധ്യം നൽകാത്തതിലും പ്രതിഷേധിച്ച് ഇടതുപക്ഷാംഗങ്ങൾ ബഹിഷ്കരിക്കുകയായിരുന്നു. യഥാസമയം കാര്യങ്ങൾ അറിയിച്ചില്ല എന്നുൾപ്പെടെ ഇടതുപക്ഷ മെമ്പർമാർ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ പിന്തിരിപ്പൻ നിലപാടാണ് ഈ ഭരണസമിതി തുടക്കം മുതലേ സ്വീകരിക്കുന്നതെന്നും ശക്തമായ പ്രതിഷേധങ്ങളും സമരപരിപാടികളും തുടരുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. LDF അംഗങ്ങളുടെ വാർഡിൽ നിന്നുള്ള പ്രതിനിധികളെ അടക്കം ലീഗ് നേതാക്കളാണ് തീരുമാനിച്ചതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷത്തിന്റെ 6 മെമ്പർമാരുണ്ട്. ഞങ്ങളോട് ഒരു കാര്യങ്ങളും ചോദിക്കാതെ ഇതുവരെ ഇവിടെ കാര്യങ്ങൾ നടക്കണ്ടേ. ഞങ്ങൾ ഇവിടുത്തെ പദ്ധതികൾ നടപ്പിലാക്കണം എന്ന് കരുതി ഞങ്ങൾ ആവുന്നത്ര അവരോട് ക്ഷമിച്ചാണ്. പുതിയ പദ്ധതി വെക്കുകയാണ്. 25 വർഷമായിട്ട് ഇവിടെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുവരെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ 2 ചെയർമാന്മാരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പാർട്ടിയോടോ ഇടതുപക്ഷ മെമ്പർമാരോടോ ചോദിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം കൊടുക്കുക, അവർക്ക് താല്പര്യമില്ലാത്തവരെ ഒഴിച്ചു നിർത്തുക. ഈ സമ്പ്രദായമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആസൂത്രണ ബോർഡിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ഇത് തിരുത്താൻ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല. ഈ 5 വർഷക്കാലം ഇവിടുത്തെ എല്ലാ പദ്ധതിയും നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് ഞങ്ങൾ കാവലായിട്ടുണ്ടാവും. ഞങ്ങളാരും ചവിട്ടി മേജിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഒറ്റപ്പെടുത്താനോ ശ്രമിച്ചുകൊണ്ടില്ല. ലീഗിൻ്റെ കുത്തക വാർഡിൽ നിന്ന് ജയിച്ചു വന്ന ഞങ്ങൾ 2 പേരെ അടിച്ചമർത്തിക്കൊണ്ട് ഇവിടെ വരുത്താമെന്നാണെന്നുള്ള ധാരണയെങ്കിൽ അത് ഞങ്ങൾ നടത്തൂല. ഞങ്ങൾ ഒപ്പമായി എല്ലാ സമയത്തും പ്രതിഷേധമുണ്ട്. അതേസമയം ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രവർത്തകരെ തരാൻ 2 ആഴ്ച മുമ്പ് തന്നെ CPM നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വൈകാനിടയായത് CPM സഹകരിക്കാത്തതുകൊണ്ടാണെന്നും പഞ്ചായത്ത് UDF നേതാക്കൾ പറഞ്ഞു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് നടപടികൾ പൂർത്തിയാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേരുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തിൽ പ്രാതിനിധ്യമുള്ള ജനപ്രതിനിധികളുടെ പ്രാതിനിധ്യമുള്ള 3 പാർട്ടികൾ CPM, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അങ്ങനെ 3 പാർട്ടിയുടെ പ്രതിനിധികളും കൂടി നമുക്ക് എല്ലാ വാർഡുകളിൽ നിന്നും 20 വാർഡുകളിൽ നിന്നും ഈ 2 പ്രതിനിധികളെ 3 പാർട്ടിക്കാരും തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചയോളം CPMന്റെ നേതൃത്വത്തിലുള്ള
കമ്മിറ്റിക്കാർ അതിൻ്റെ LC സെക്രട്ടറിയോട് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ആ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് ആവശ്യമായ അംഗങ്ങളെ തരികയോ അല്ലെങ്കിൽ സഹകരിക്കുകയോ ചെയ്യാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ മെമ്പർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അതിനാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് അവരുടെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ നമുക്ക് നൽകിയത്. ആ അവസരത്തിൽ തന്നെ അവർ അപശബ്ദമായി ഒന്നും സംസാരിക്കാതെ ഇരിക്കുകയും പിന്നീട് ഞങ്ങൾക്ക് കൂടുതൽ പ്രതിനിധികളെ വേണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രാതിനിധ്യമുള്ള 6 വാർഡുകളിൽ 6 മെമ്പർമാരുള്ള CPMൻ്റെ വാർഡുകളിൽ നിന്നും ഓരോ പ്രതിനിധികളെ കൂടി കൂട്ടി നൽകാം എന്ന് UDF സംവിധാനവുമായി ആലോചിച്ചുകൊണ്ട് നമ്മൾ 3 മെമ്പർമാരെ CPMൻ്റെ എടുക്കാം എന്ന് അംഗീകരിച്ചിരുന്നു. ആ അംഗീകരിച്ച് പോയ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പിറ്റേ ദിവസം വീണ്ടും പുതിയതായി ഒരു ഡിമാൻഡ് കൂടി വെച്ച് 4 പ്രതിനിധികളെ എന്ന് പറഞ്ഞാൽ UDF എന്ന സംവിധാനത്തിൽ കോൺഗ്രസിനും ലീഗിനും ഈ 2 ആൾക്കാർ വരുമ്പോൾ ഒരു വാർഡിൽ നിന്നും ഈ 4 ആളുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് 4 ആളെ വേണം എന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോവുക, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുക, അതിനു വേണ്ടുന്ന ആസൂത്രണ പദ്ധതികളായതുകൊണ്ട് തന്നെ തീർച്ചയായും അതിനും നമ്മൾ അംഗീകരിച്ചു. അങ്ങനെ അവരുടെ 6 മെമ്പർമാരുള്ള വാർഡുകളിൽ CPMൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് പ്രതിനിധികളായി 4 ആൾക്കാരും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ 5 ആളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മെമ്പർമാരുള്ള വാർഡുകളിൽ നിന്ന് 5 അംഗങ്ങൾ വീതവും 4 വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും ഒരു മെമ്പർ ഉൾപ്പെടെ 5 അംഗങ്ങളും ആണ് എന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം CPMൻ്റെ മെമ്പർമാരും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് അതുപോരാ, ഞങ്ങൾക്കും 14 വാർഡിലും UDFൻ്റെ വാർഡുകളിലും ഇതേപോലെ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ UDFൻ്റെ മെമ്പർമാർ 4 ആളുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് LDFനും 4 അംഗങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാലും അവർ സഹകരിക്കാൻ എന്ന് പറഞ്ഞ് അവിടുത്തെ പല മെമ്പർമാരും നമുക്ക് ഫോൺ വഴിയും അതുപോലെ തന്നെ നേരിട്ടും നമ്മളോട് സംസാരിച്ചതാണ്. പക്ഷേ CPMൻ്റെ നെട്ടൂരം എന്നാണ് ഈ കാര്യത്തെ നമുക്ക് പറയാനുള്ളത്. അവർ അമിതമായി കാണുന്ന രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു ഭൂരിപക്ഷം നോക്കി പഞ്ചായത്തിൻ്റെ ഭരണം നടത്തേണ്ട ഒരു വർക്കിംഗ് ഗ്രൂപ്പല്ല, അല്ലെങ്കിൽ ഒരു സമിതിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് UDF സംവിധാനത്തിൽ ചോക്കാട് പഞ്ചായത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, അത് പാർട്ടി ഭേദമന്യേ എല്ലാവരെയും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.